ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 80ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് 2 വെജിറ്റേറിയൻ റെസിപ്പീസാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ യൂഷ്വലി മുതിര വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൾസാണ്. അതിനെ കൊണ്ട് നമ്മൾ തോരനോ ഉലർത്തൊക്കെ അല്ലേ ഉണ്ടാക്കുക. ഇന്ന് ഞാൻ അതിനെ കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ റെസിപ്പി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. അതിന് കോമ്പിനേഷനായിട്ട് സവാള അല്ലെങ്കിൽ ഉള്ളി ഉപയോഗിച്ച ഒരു തോരനും പിന്നെ കുക്കുംബറും പപ്പടമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പിക്കിളിൻ്റെ റെസിപ്പിയാണ് ഞാൻ തിങ്കളാഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നത്, ഈസിയസ്റ്റ് മാംഗോ പിക്കിൾ എന്നുള്ള റെസിപ്പി. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കും. നല്ല ടേസ്റ്റി പിക്കിളായിരുന്നു. അപ്പോൾ നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മീൽസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മെനുവിലേക്ക് കിടക്കാം. ആദ്യം ഉണ്ടാക്കുന്ന റെസിപ്പി മുതിരയുടെ കറിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് മുതിര നന്നായി കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5-6 വിസിൽ വരെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുതിര കുക്കായി എടുക്കും. അപ്പോൾ കുക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, പിന്നെ ജീരകം ഇത്രയും വെള്ളം ചേർത്ത് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോൾ മുതിര വെന്ത് കുക്കർ തുറന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വല്ലാണ്ട് തിളയ്ക്കേണ്ട, ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കുന്ന വരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. മുതിര നന്നായി തിളച്ച് വന്നതിന് ശേഷം വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ചെറിയുള്ളിയും കരിവേപ്പിലയും കൂടി വറുത്തതിലേക്ക് ചേർത്താൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മുതിരക്കറി റെഡി. ഇനി ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് സവാള അല്ലെങ്കിൽ ഉള്ളിയും കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുകും ഉഴുന്നും പരിപ്പും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഉള്ളി അല്ലെങ്കിൽ സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടോസ് ചെയ്തിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉള്ളിനെ വേവിച്ചെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഉള്ളി നന്നായി വെന്ത് വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം അതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഉള്ളിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വെന്ത് കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശമുള്ള സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. വെറുതെ ചിരകിയെടുത്ത തേങ്ങയാണ് ഞാൻ ഈ ചേർക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് നേരം കൂടി ചെറിയ തീയിലൊന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് നേരം കൂടി കുക്ക് ചെയ്താൽ മതി. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ തോരൻ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.